നമസ്കാരം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ടാറ്റയുടെ കപ്പൽ നിർമ്മാണ നിക്ഷേപത്തിൽ വിശദീകരണവുമായി സർക്കാർ. ടാറ്റ ഗ്രൂപ്പ് 10,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്നല്ല ഉദ്ദേശിച്ചതെന്ന് മുഖ്യമന്ത്രി. മിഷൻ സമുദ്രയുടെ ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയാണ് സൂചിപ്പിച്ചതെന്ന് വി ഡി സതീശൻ. സർക്കാരിന്റെ വിശദീകരണം കപ്പൽ നിർമ്മാണ പദ്ധതി ആലോചനയിലില്ല എന്ന് ടാറ്റ ഗ്രൂപ്പ് വ്യക്തമാക്കിയതിനു പിന്നാലെ തർക്കത്തിനിടെ KSU സംസ്ഥാന അധ്യക്ഷന് മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രി. KSUവിന്റെ ചോരയും നീരുമാണ് UDF സർക്കാരെന്ന് അലോഷ്യസ് സേവ്യർ. തെറ്റിനിയും ചൂണ്ടിക്കാട്ടുമെന്നും അലോഷ്യസ്. KSUവിന് പിന്തുണയുമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. അടിയന്തരമായി വൈദ്യുതി വാങ്ങാൻ നീക്കം. റെഗുലേറ്ററി കമ്മീഷൻ അടിയന്തര സിറ്റിംഗ് നാളെ. മുൻകൂട്ടി നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രാജ്യത്ത് അഭിമാനമായി ഇന്ത്യൻ റെയിൽവേ. ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി. സ്വന്തമായി ഹൈഡ്രജൻ ട്രെയിൻ ഓടിക്കുന്ന 5ാമത്തെ രാജ്യമായി ഇന്ത്യ. അമൃത് ഭാരത് പദ്ധതിയിലൂടെ നവീകരിച്ച വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. കള്ളാടി മണ്ണിടിച്ചിലിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഹൈക്കോടതി. അപകട സാധ്യത ഒഴിവാക്കാൻ മണ്ണ് നീക്കം ചെയ്യണമെന്ന ജില്ലാ അതോറിറ്റിയുടെ ആവശ്യം സംസ്ഥാന അതോറിറ്റി അവഗണിച്ചു. കരാർ കമ്പനിക്കും പൊതുമരാമത്ത് വകുപ്പിനും വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിൽ. കേരളത്തിൽ കപ്പൽ നിർമ്മാണ സംഭരണം ആരംഭിക്കാൻ ടാറ്റ ഗ്രൂപ്പ് ഒരുങ്ങുന്നുവെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അവകാശവാദം വിവാദമായതിനു പിന്നാലെ ഔദ്യോഗിക വിശദീകരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ടാറ്റ ഗ്രൂപ്പ് മാത്രം 10,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തും എന്നല്ല താൻ ഉദ്ദേശിച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വരും വർഷങ്ങളിൽ സമുദ്ര വ്യവസായ മേഖലയിലൂടെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിടുന്ന ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയാണ് സൂചിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. രാജ്യത്തെ പ്രമുഖ കപ്പൽ നിർമ്മാണ സമുദ്ര വ്യവസായ കേന്ദ്രമായി കേരളത്തെ വികസിപ്പിക്കുന്നതിനായി വിഭാവനം ചെയ്ത മിഷൻ സമുദ്രയുടെ കാഴ്ചപ്പാടാണ് മുഖ്യമന്ത്രി നടത്തിയ അഭിമുഖത്തിൽ പങ്കുവച്ചതെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ദക്ഷിണേന്ത്യയിലോ മറ്റെവിടെയെങ്കിലുമോ ഇത്തരം ഒരു കപ്പൽ നിർമ്മാണ പദ്ധതി ടാറ്റയുടെ ആലോചനയിലില്ല എന്ന് ടാറ്റ ഗ്രൂപ്പ് വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് സർക്കാരിന്റെ വിശദീകരണം. ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ട്രാക്കിലിറക്കി പുതുചരിത്രം കുറിച്ച ഇന്ത്യൻ റെയിൽവേ. ഹരിയാനയിൽ ജിന്ദ് സോനിപത്ത് റൂട്ടിൽ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. സമഗ്ര മേഖലകളിലും ഇന്ത്യ സ്വയം പര്യാപ്തമാകുന്നതിന്റെ ചുവടുവയ്പ്പാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിൽ രാജ്യത്ത് ആദ്യമായി സർവീസ് നടത്തുന്ന ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, US എന്നീ രാജ്യങ്ങൾക്ക് ശേഷം സ്വന്തമായി ഹൈഡ്രജൻ ട്രെയിൻ ഓടിക്കുന്ന ലോകത്തിലെ 5ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. രാജ്യത്തിൻ്റെ ധീരമായ തീരുമാനമാണ് ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതികവിദ്യ പൂർണ്ണമായും കൈവശമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിക്കാൻ കാരണമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. आज का दिन ऐतिहासिक दिन है. एक ऐसी टेक्नोलॉजिकल उपलब्धि भारत ने आज हासिल की है जो इसीलिए संभव हो पाई क्योंकि भारत के नेतृत्व ने एक ऐसा बड़ा संकल्प लिया कि हाइड्रोजन की पूरी टेक्नोलॉजी देश में विकसित करेंगे. നമോ ഗ്രീൻ റെയിൽ എന്ന് പേരിട്ടിരിക്കുന്ന ട്രെയിൻ പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തതാണ്. 89 കിലോമീറ്റർ ദൈർഘ്യമുള്ള ജിന്ദ് സോനിപത്ത് റൂട്ടിലെ ആദ്യ സർവീസിൽ ജിന്ദിലെ സ്കൂൾ വിദ്യാർത്ഥികളും യാത്ര ചെയ്തു. ഇത് സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിനമാണെന്നും എല്ലാ മേഖലയിലും ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ചെന്നൈ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഹൈഡ്രജൻ എഞ്ചിൻ നിർമ്മാണം നടത്തിയത്. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്ന ട്രെയിൻ മലിനീകരണ തോത് കുറയ്ക്കും. രാജ്യത്തെ മറ്റു റൂട്ടുകളിലും ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നും റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. അടിയന്തരമായി വൈദ്യുതി വാങ്ങാൻ നീക്കം. റെഗുലേറ്ററി കമ്മീഷൻ അടിയന്തര സിറ്റിംഗിന് ഒരുങ്ങുകയാണ്. മുൻകൂട്ടി അറിയിക്കാതെയാണ് ഇപ്പോൾ പവർ കട്ട് ഉണ്ടാകുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേരളത്തിൽ വൈദ്യുതി എത്ര ആവശ്യമുണ്ട്, കയ്യിൽ എത്ര ബാക്കിയുണ്ട്, എത്ര ഷോർട്ടേജ് ഉണ്ട്, ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു. ജനങ്ങളെ കയ്യിലിട്ട് ഇങ്ങനെ അമ്മാനമാടാൻ കഴിയില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. അപ്പോൾ നേരത്തെ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്തിയില്ലാന്നല്ലേ ഇത് കാണിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടല്ലേ ഇത്തരമൊരു ദുരവസ്ഥ വന്നിട്ടുള്ളത്. കേരളത്തിൽ വൈദ്യുതി എത്ര ആവശ്യമുണ്ട്, കയ്യിൽ എത്രയുണ്ട്,
എത്ര ഷോർട്ടേജ് ഉണ്ട്, അതെങ്ങനെ പരിഹരിക്കാനാകും? ഇതെല്ലാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു പോകേണ്ടതല്ലേ? കേരളത്തിലെ വൈദ്യുതി രംഗം നല്ല ശക്തി പ്രാപിച്ചൊരു കാലമാണ് ഇക്കഴിഞ്ഞ ദശാബ്ദക്കാലം. കാരണം ട്രാൻസ്മിറ്റ് പദ്ധതി 10,000 കോടി രൂപ ചെലവിട്ടുകൊണ്ടതാണ്. എടമൺ കൊച്ചി പവർ ഹൈവേ പൂർത്തിയാകില്ല എന്ന് കണക്കാക്കിയത് പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വൈദ്യുതി നിയന്ത്രണത്തിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കേരളത്തെ ഇരുണ്ട കാലത്തേക്ക് നയിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ഇതിനെ ശക്തമായി എതിർക്കുമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു. സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണത്തെ ഇന്ദിരാ കട്ട് എന്ന് പരിഹസിച്ചാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചത്. വൈദ്യുതി ഭവനിലേക്ക് മെഴുകുതിരിയും ചൂട്ടും കത്തിച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചു. കർണാടകയിൽ നിന്നുൾപ്പെടെ വൈദ്യുതി വാങ്ങാൻ സാഹചര്യമുണ്ടായിട്ടും സർക്കാർ സംവിധാനത്തിലെ വീഴ്ചയും മന്ത്രിമാരുടെ ഏകോപനക്കുറവുമാണ് നിലവിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമെന്ന് ഡിവൈഎഫ്ഐ കുറ്റപ്പെടുത്തി. ജനങ്ങളെ പറ്റിക്കുന്ന, ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടിട്ട് പല തട്ടിപ്പുകളും വിളിച്ചു പറഞ്ഞിട്ട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് പുതുയുഗത്തിന്റെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ കേരളത്തിലെ ഇരുട്ടിലേക്കാണ് നയിക്കുന്നത്. ഇരുണ്ട കാലത്തിലേക്ക് ഈ കേരളത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അതിശക്തമായ പ്രതിരോധം കേരളത്തിലെ ഡിവൈഎഫ്ഐ ഉയർത്തും. ഫുട്ബോൾ ലോകകപ്പ് മത്സരം നടക്കുന്ന സമയത്ത് വൈദ്യുതി നിയന്ത്രണം കായിക പ്രേമികളെയും നിരാശയിലാഴ്ത്തിയിരിക്കുകയാണ്. വിവിധ സമയങ്ങളിലായി 1 മണിക്കൂറിലധികമാണ് വൈദ്യുതി തടസ്സം നേരിടുന്നത്. പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ സമരം സംഘടിപ്പിക്കാനാണ് യുവജന സംഘടനകളുടെ തീരുമാനം. അമൃത ന്യൂസ്, കണ്ണൂർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ ഒരുങ്ങി KSEB. KSEBയുടെ അപേക്ഷ നാളെ ചേരുന്ന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ സിറ്റിംഗിൽ പരിഗണിക്കും. ഹ്രസ്വകാല കരാറിൽ ഉയർന്ന വിലയിൽ വൈദ്യുതി വാങ്ങുന്ന കാര്യവും KSEBയുടെ പരിഗണനയിലാണ്. അതേസമയം ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുള്ളതായി KSEB അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് 200 മെഗാവാട്ട് വൈദ്യുതി കൂടി വാങ്ങുന്നതിന് അനുമതി തേടി KSEB വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചത്. റെഗുലേറ്ററി കമ്മീഷന്റെ നാളെ ചേരുന്ന സിറ്റിംഗിൽ ഇക്കാര്യം പരിഗണിക്കും. മറ്റ് സംസ്ഥാനങ്ങളിലെ സോളാർ ശേഖരങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങാനാണ് KSEB അപേക്ഷ നൽകിയിരിക്കുന്നത്. പീക്ക് സമയങ്ങളിൽ ഹ്രസ്വകാല കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന വിലയ്ക്കും വൈദ്യുതി വാങ്ങുന്ന കാര്യവും KSEBയുടെ പരിഗണനയിലാണ്. ഇതിനും റെഗുലേറ്ററി കമ്മീഷനോട് അനുമതി തേടിയിട്ടുണ്ട്. അതേസമയം ഇന്നും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് KSEBയുടെ അറിയിപ്പ്. പീക്ക് അവറിൽ 400 മുതൽ 500 മെഗാവാട്ട് വൈദ്യുതിയുടെ അധിക ആവശ്യം ഉണ്ടാകും. ഈ സമയങ്ങളിൽ 1000 മെഗാവാട്ട് അധിക വൈദ്യുതിയുടെ ഉപഭോഗമാണ് ഉണ്ടാകാൻ സാധ്യതയെന്നും KSEB കണക്കാക്കുന്നു. അതിനാൽ തന്നെ വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വരും. രാത്രി 7 മുതൽ പുലർച്ചെ വരെയുള്ള സമയങ്ങളിലാകും നിയന്ത്രണം ഏർപ്പെടുത്തുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാട് ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അനാസ്ഥയുണ്ടായെന്ന അമിക്കസ് ക്യൂറി. 5 തവണ ജില്ലാ അതോറിറ്റി മുൻകരുതൽ റിപ്പോർട്ട് നൽകിയിട്ടും സംസ്ഥാന അതോറിറ്റി അവഗണിച്ചുവെന്ന് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഉദ്യോഗസ്ഥർക്കും കരാർ കമ്പനിക്കുമെതിരെ ക്രിമിനൽ നടപടി ഉൾപ്പെടെ സ്വീകരിക്കണമെന്നാണ് ശുപാർശ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വമേധയെടുത്ത കേസിലാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകിയത്. പരിസ്ഥിതി അനുമതിയുള്ള പദ്ധതിയിൽ ഇടപെടാതെ അതോറിറ്റി ഫയൽ മടക്കിയെന്നാണ് വിമർശനം. വഖഫ് ബോർഡ് വിഷയത്തിൽ ന്യൂനപക്ഷങ്ങളെ സർക്കാർ വഞ്ചിച്ചുവെന്നും ഹർജിക്കാർക്കൊപ്പം ഒത്തുകളിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ്. സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്ന കേന്ദ്ര നിലപാടുകൾക്കൊപ്പമാണ് UDF സർക്കാരെന്നും പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിച്ചു. ചീമേനി ആണവ നിലയം സ്ഥാപിക്കുന്നതിനെതിരെയും പ്രതിപക്ഷം ശക്തമായി രംഗത്തുണ്ട്. ശക്തമായ പ്രക്ഷോഭമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി. ഭേദഗതി അനുസരിച്ച് അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിയത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. ആ വഴിക്കാണ് ഇപ്പോ കേരള സർക്കാരും നീങ്ങുന്നത് എന്നാണ് ഉണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥ. വ്യത്യസ്ത മതവിഭാഗങ്ങള്, അവരുടെ വിശ്വാസങ്ങള്, അവയെല്ലാം സംബന്ധിച്ചുള്ള സ്ഥാപനങ്ങൾ അതത് മതവിഭാഗങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് പൊതുവെ കൈകാര്യം ചെയ്തു പോകുന്നത്. വഖഫ് പ്രവർത്തനം പരിശോധിക്കുമെന്നാണ് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞതെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. കേസ് പരിഗണിച്ചപ്പോൾ നിയമാനുസൃതമല്ലെന്ന് കോടതി പറഞ്ഞു. 2 അമുസ്ലിങ്ങളെ നിയമിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. പാർലമെന്റിൽ മുസ്ലിം ലീഗ് ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ടെന്നും PMA സലാം മലപ്പുറത്ത് പറഞ്ഞു.
ഇതിൻ്റെ സാങ്കേതികവും നിയമപരവുമായ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല ഇത് രൂപീകരിക്കുമ്പോൾ എന്നുള്ളതാണെങ്കിൽ ഞങ്ങളത് പരിശോധിക്കാം എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ രണ്ട് അമുസ്ലിങ്ങളെ വെച്ചോളാം എന്നൊന്നും ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടില്ല. കേരള ഗവൺമെൻറ് കോടതിയിൽ പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഇതിൻ്റെ രൂപീകരണം നിയമാനുസൃതമല്ല എന്ന് പറഞ്ഞ കേസിലും മറ്റ് കേസുകളിലും ഞങ്ങളത് പരിശോധിക്കും എന്ന് കോടതിയോട് പറഞ്ഞു. അപ്പോൾ കോടതി അങ്ങനെ വിധി വന്നു. കോടതി വിധി ഇപ്പോൾ ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുന്നുണ്ട്. തമിഴ്നാട് ഒക്കെ ബോർഡ് പിരിച്ചുവിട്ടത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ അപ്പീൽ നിലനിൽക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തന കേസിൽ DGP MR അജിത് കുമാറിനെതിരെ SIT സമർപ്പിച്ച പുനരന്വേഷണ റിപ്പോർട്ടിൽ DGPയുടെ തുടർ നടപടി നിർണായകം. അജിത് കുമാറിനോട് DGP വിശദീകരണം തേടിയിട്ടുണ്ട്. സ്ഥാനക്കയറ്റത്തിനായി ഈ മാസം 20 ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് മുൻപ് അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ എത്തുമെന്നാണ് സൂചന. അതേസമയം നടപടി വൈകുന്നതിൽ കോൺഗ്രസിനുള്ളിൽ പ്രതിഷേധമുയരുമ്പോൾ AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ തയ്യാറെടുക്കുകയാണ്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ ADGP MR അജിത് കുമാർ ഇടപെട്ടു എന്നത് പുനരന്വേഷണത്തിലാണ് SIT കണ്ടെത്തിയത്. അജിത് കുമാറിനെതിരെ ഗുരുതര കുറ്റകൃത്യം ചൂണ്ടിക്കാട്ടി SIT ആദ്യ റിപ്പോർട്ട് സമർപ്പിച്ചത് കഴിഞ്ഞ മാസം 23-നായിരുന്നു. എന്നാൽ പേര് പരാമർശിക്കാതെയും വ്യക്തതയില്ലാതെയും നൽകിയ റിപ്പോർട്ട് DGP മടക്കി അയച്ചു. തുടർന്നാണ് അതിവേഗത്തിൽ SIT വീണ്ടും റിപ്പോർട്ട് നൽകിയത്. രണ്ടാമത് നൽകിയ റിപ്പോർട്ടിൽ MR അജിത് കുമാറിന്റെ പേരും കുറ്റകൃത്യത്തിലെ പങ്കും വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി DGPയുടെ തുടർ നടപടി നിർണായകമാണ്. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് MR അജിത് കുമാറിനോട് DGP വിശദീകരണം തേടിയിട്ടുണ്ട്. വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടാണ് പോലീസ് മേധാവി സമർപ്പിക്കുന്നതെങ്കിൽ അതിന്മേൽ സർക്കാരിന്റെ നിലപാടും പ്രധാനമാണ്. സർക്കാർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നുവെന്ന ആക്ഷേപം നേരത്തെ തന്നെ കോൺഗ്രസിനുള്ളിൽ ഉയർന്നു കഴിഞ്ഞു. അന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ക്രൂരമർദ്ദനത്തിനിരയായ AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ തയ്യാറെടുക്കുകയാണ്. അതിനിടെ DGP സ്ഥാനക്കയറ്റത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഈ മാസം 20-നാണ് ചേരുന്നത്. അതിനു മുമ്പ് റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ എത്തുമെന്നാണ് സൂചന. സ്ക്രീനിംഗ് കമ്മിറ്റി ചേരാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ DGPയോടും വിജിലൻസ് മേധാവിയോടും ആഭ്യന്തര വകുപ്പ് തേടിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കമ്പ്യൂട്ടർ ടാബുകളും PPP കിറ്റുകളും ഉപേക്ഷിച്ച നിലയിൽ കൊല്ലം കോർപ്പറേഷനിലാണ് 200ഓളം ടാബ്ലറ്റ് കമ്പ്യൂട്ടറുകളും 3000ഓളം PPE കിറ്റുകളും ഉപയോഗിക്കാതെ കിടക്കുന്നതായി കണ്ടെത്തിയത്. സംഭവം വിവാദമായതോടെ മേയർ അന്വേഷണത്തിന് കോർപ്പറേഷൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. എന്നാൽ ഇത്രയും കാലം ഇവ കോർപ്പറേഷൻ കെട്ടിടത്തിനുള്ളിൽ കിടന്നിട്ടും ബന്ധപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കൊല്ലം കോർപ്പറേഷൻ ഓഫീസിന്റെ പ്രവേശന കവാടത്തിന് സമീപമുള്ള മുറിയിലാണ് 200ഓളം ടാബ്ലറ്റ് കമ്പ്യൂട്ടറുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവയിൽ ചിലത് ഇന്നും തുറക്കാത്ത പാക്കറ്റുകളിലാണുള്ളത്. മറ്റു ചിലത് ഉപയോഗിച്ച ശേഷം ഉപേക്ഷിച്ച നിലയിലുമാണ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച ടാബുകളാണിവ. 2011 സെൻസസ് പ്രവർത്തനങ്ങൾക്കായി എത്തിച്ച ഉപകരണങ്ങളാകാമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇതോടൊപ്പം കോർപ്പറേഷന്റെ കുടുംബശ്രീ കെട്ടിടത്തിന് സമീപത്തെ പടിക്കെട്ടിന് താഴെയായി ഏകദേശം 3000ഓളം PPE കിറ്റുകളും ഉപയോഗിക്കാതെ കിടക്കുന്നതായി കണ്ടെത്തി. കോവിഡ് കാലത്ത് ഉപയോഗിക്കാനായി വാങ്ങിയതോ ലഭിച്ചതോ ആയ കിറ്റുകളാണെന്നാണ് സൂചന. മുൻ ഭരണസമിതിയുടെ കാലത്താണ് ഇവ ഉപേക്ഷിക്കപ്പെട്ടതെന്നാണ് നിലവിലെ ഭരണസമിതിയുടെ പ്രാഥമിക വിലയിരുത്തൽ. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ മേയർ കോർപ്പറേഷൻ സെക്രട്ടറിയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി. ഇതിന്റെ പിന്നിൽ നടന്ന കെടുകാര്യസ്ഥതയാണ് ഏറ്റവും പ്രധാനം. ഇത്രയും ഒരു സാധനം ഏകദേശം എൻ്റെ കണക്കൂട്ടലനുസരിച്ച് നമ്മുടെയൊക്കെ കണക്കു നിങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയതിന് ശേഷം പറഞ്ഞാൽ മതി, ഏകദേശം 1 കോടി രൂപയുടെ സാധനമാണ് ഇവിടെ ഇട്ട് അശ്രദ്ധ കൊണ്ട് മാത്രം നശിച്ചു പോയത്. PPE കിറ്റ് ഇല്ലാതെ കിടന്ന് നാട് നീളം ആളുകൾ ഓടിയൊരു കാലഘട്ടമുണ്ട്. അന്നും അപ്പോൾ ഇവിടെ കിടന്ന് ഇതിന് ആളുകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ PPE കിറ്റിൻ്റെ കാലാവധി എക്സ്പയർ ഡേറ്റ് നോക്കിയപ്പോൾ 2025 കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് വേറെ എവിടെയും ഉപയോഗിക്കാനും കൊടുക്കാൻ പറ്റത്തില്ല. പുതിയ നിയമം അനുസരിച്ച് എവിടെ ഇത് കത്തിക്കാനും പറ്റത്തില്ല. എന്നാൽ ടാബുകളും PPE കിറ്റുകളും കോർപ്പറേഷനിലെത്തിയത് എപ്പോൾ, ഏത് പദ്ധതിയുടെ ഭാഗമായാണ് ഇവ ലഭിച്ചത്, എന്തുകൊണ്ടാണ് ഉപയോഗിക്കാതെ ഉപേക്ഷിക്കപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. പൊതുമുതലിന് നഷ്ടമുണ്ടായിട്ടുണ്ടോ എന്നും അതിന് ഉത്തരവാദികൾ ആരൊക്കെയാണെന്നും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മേയർ അറിയിച്ചു. അമൃത ന്യൂസ്, കൊല്ലം.
ബദ്രീനാഥ് ക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ മുൻ ക്ഷേത്ര ഓഫീസർ രാജേന്ദ്ര ചൌഹാൻ അറസ്റ്റിൽ. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് 4 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിവാദത്തിന് പിന്നാലെ ബദ്രീനാഥ് കേദാർനാഥ് ക്ഷേത്ര കമ്മിറ്റി ചെയർമാന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ക്ഷേത്രത്തിലെ വഴിപാടുകൾ രേഖപ്പെടുത്തുന്ന രജിസ്റ്ററിൽ തിരുത്തലുകൾ വരുത്തിയ ട്രഷറർ സന്ദേശ് മേത്തയെ മാറ്റി. അതിനിടെ കാണിക്ക മോഷണം തടയുന്നതിനുള്ള വിവിധ നിർദ്ദേശങ്ങൾ 4-അംഗ സംഘം സമർപ്പിച്ചതായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കാണിക്ക എണ്ണൽ പ്രക്രിയയിൽ വസ്ത്രധാരണ ചട്ടം നടപ്പിലാക്കുക, തുറസായ സ്ഥലങ്ങളിലും എണ്ണൽ കേന്ദ്രത്തിലും പുതിയ CCTV ക്യാമറകൾ സ്ഥാപിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് സൂചന. കണ്ണൂരിൽ കഞ്ചാവ് വേട്ട. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ 4-ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് 18 കിലോയോളം കഞ്ചാവാണ് പിടികൂടിയത്. കണ്ണൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും RPFും നടത്തിയ റെയ്ഡിലാണ് കഞ്ചാവ് പിടികൂടിയത്. കണ്ണൂർ RPF ഇൻസ്പെക്ടർ ജെ വർഗീസ്, സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് ഇൻസ്പെക്ടർ S സിയാദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. കഞ്ചാവ് എത്തിച്ചത് 6 എന്ന് കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് നഗരപരിധിയിലെ ശ്മശാനങ്ങളുടെ നവീകരണ നടപടിയിൽ കോർപ്പറേഷൻ വീഴ്ച വരുത്തിയതായി പരാതി. വെസ്റ്റ് ഹില്ലിൽ വർഷങ്ങൾ പഴക്കമുള്ള ശ്മശാനം അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ തുടരുമ്പോൾ 1 വർഷം മുന്നേ ഇവിടെ നിർമ്മിച്ച പുതിയ വാതക ശ്മശാനം പോലും തുറന്ന് പ്രവർത്തിപ്പിക്കാൻ അധികൃതർ നടപടിയെടുത്തിട്ടില്ല. നഗരത്തിലെ ഏറ്റവും പഴക്കമുള്ള ശ്മശാനങ്ങളിലൊന്നാണ് വെസ്റ്റ് ഹില്ലിലേത്. ഒരു ദിവസം 10-ലേറെ സംസ്കാരങ്ങൾ നടന്നുവരുന്ന ശ്മശാനം പക്ഷേ ഇപ്പോഴും പരിമിതികളാൽ വീർപ്പുമുട്ടുകയാണ്. പരമ്പരാഗത രീതിയിലുള്ള 4 ചൂളകൾ പൊട്ടിയും പൊളിഞ്ഞും ദയനീയ അവസ്ഥയിലാണ്. ഐവർമഠം രീതിയിൽ സംസ്കാരം നടത്തുന്ന ഷെഡുകൾ നിലം പൊത്താറായ നിലയിലും മഴ പെയ്താൽ മൃതദേഹം കത്തിക്കാനുള്ള വിറക് പോലും നനഞ്ഞുകുതിരുന്ന അവസ്ഥ. ഇവിടുത്തെ ഇതെല്ലാം കണ്ടില്ലേ, നോക്കിയാൽ കാടിൽ പിടിച്ച് ഒരു വൃത്തികേടും എല്ലാം കിടക്കുന്നുണ്ട്. നോക്കി ഇതിപ്പോൾ ഇങ്ങനെ ഇതിപ്പം മഴക്കാലം ആണെങ്കിൽ ഫുള്ള് ചളിയെല്ലാം ഇവിടെ ഫുള്ള്, പിന്നെ കാട് പിടിച്ച് കിടക്കണ കണ്ടില്ലേ. ശരിയായ രീതിയിലുള്ള പുകക്കുഴൽ സംവിധാനം പോലും ഇല്ലാത്തതിനാൽ ഓരോ മൃതദേഹവും കത്തിത്തീരും വരെ പരിസരവും പ്രദേശവും പുകയേറ്റ് ബുദ്ധിമുട്ടുകയാണ്. ചുറ്റുവട്ടത്ത് മുഴുവൻ ഇത് ഈ താഴത്ത് വെച്ചിട്ട് ഇത് കത്തിക്കുന്നത് പ്രകാരം ഭയങ്കര പുകയാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ബീച്ച് ഏരിയ ആയതുകൊണ്ട് നല്ല കാറ്റുള്ള സ്ഥലമായതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ എല്ലാ വീടുകളിലേക്കും പുക വൈകിട്ട് എപ്പോഴാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഇവിടെ ബോഡി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് കോർപ്പറേഷൻ്റെ ഒരു അനാസ്ഥ തന്നെയാണ്. ആധുനിക രീതിയിലുള്ള 2 വാതക ശ്മശാനങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്ന് നേരത്തെ പ്രവർത്തനം തുടങ്ങി ഇടയ്ക്ക് വെച്ച് പണിമുടക്കി. പുതുതായി നിർമ്മിച്ച മറ്റൊന്ന് ഇതുവരെ ഉദ്ഘാടനം ചെയ്തിട്ടുമില്ല. നവീകരണത്തിന് ഫണ്ട് പാസ്സായിട്ടുണ്ടെന്ന് കോർപ്പറേഷൻ പറയുന്നുണ്ട്. എന്നാൽ ഈ മഴക്കാലത്ത് ഇത് നടപ്പിലാവാൻ പോകുന്നില്ല. നഗരത്തിലെ പല ശ്മശാനങ്ങളും സമാനമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. തൃശൂർ ചേലക്കരയിൽ ജനവാസ മേഖലയിൽ നിന്ന് വിട്ടൊഴിയാതെ കാട്ടാനകൾ. ചേലക്കര ചെറങ്കോണത്ത് കാട്ടാന പന മറിച്ചിട്ട വീടിന്റെ മേൽക്കൂര തകർത്തു. ചെറങ്കോണം ചീരാംപറമ്പിൽ അലിയുടെ വീടിന് മുകളിലേക്കാണ് പന മറിച്ചിട്ടത്. തലനാരിഴയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. ചേലക്കര ജനവാസ മേഖലയിൽ കാട്ടാനശല്യം വർദ്ധിച്ചു വരികയാണ്. ചെറങ്കോണം ചീരാംപറമ്പിൽ അലിയുടെ വീടിന് മുകളിലേക്ക് കൂറ്റൻ ഈറമ്പനയാണ് കാട്ടാന മറിച്ചിട്ടത്. പന വീണത് വീടിന്റെ പുറകുവശത്തായതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. നിരവധി ഓടുകൾ തകർന്നു വീണു. വീടിന് മറ്റ് കേടുപാടുകളും സംഭവിച്ചു. കാട്ടാനപ്പേടി കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് വീട്ടുകാർ പറയുന്നു. നിലവിൽ വീടിനകത്തു പോലും സുരക്ഷിതരല്ലാതായി. 2 കാട്ടാനകൾ പ്രദേശത്ത് സ്ഥിരം എത്തുന്നുണ്ടെന്നും വീട്ടുകാർ പറയുന്നു. ആന ഇപ്പോൾ ഇന്നലെ 2 ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതാണ് ആനയുടെ ഒരു രാത്രി ഒരു 10:30 ആയി കഴിഞ്ഞാൽ ആന ഇങ്ങനെ ഇറങ്ങുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ആ സൈഡിൽ കൂടെയാണ് ആന ഇറങ്ങുന്നത്. അപ്പോൾ ഒരുപാട് മരങ്ങളുടെ ഇടയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ വീട് തന്നെ. അപ്പോൾ അത് കാരണം എന്താ നശിപ്പിക്കണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെ ഫോറസ്റ്റിൽ നിന്ന് വരും അവർ ഇതവർ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ ആന പോവും. പക്ഷേ പിറ്റേ ദിവസം ആ സമയമാകുമ്പോൾ ആന അങ്ങനെ വരികയാണ്. ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തി ആക്രമണം തുടങ്ങിയതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. അധികൃതർ ഇടപെട്ട ഉടൻ കാട്ടാനകളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാനത്തുക സർക്കാർ വർദ്ധിപ്പിച്ചതോടെ ആഹ്ലാദത്തിലും ആശ്വാസത്തിലുമാണ് തുഴച്ചിൽ ക്ലബ്ബുകളും വള്ളപ്രേമികളും. സമ്മാനത്തുക വർദ്ധിപ്പിച്ചതിനൊപ്പം വള്ളം കളിക്കുള്ള സർക്കാർ ഗ്രാന്റ് കൂടി ഉയർത്തിയതോടെ ഇത്തവണ പുന്നമടയിൽ വള്ളം കളിയുടെ വീറും വാശിയും ഇരട്ടിക്കും എന്ന ഉറപ്പാണ്. ഒന്നാം സമ്മാനം നേടുന്ന ചുണ്ടന് സമ്മാനത്തുക 25 ലക്ഷം രൂപയും 2ാം സമ്മാനം നേടുന്നവർക്ക് 20 ലക്ഷം രൂപയും 3ാം സമ്മാനം നേടുന്നവർക്ക് 15 ലക്ഷം രൂപയുമായാണ് സമ്മാനത്തുക ഉയർത്തിയത്. വള്ളംകളിക്കുള്ള സർക്കാർ ഗ്രാന്റ് 2 കോടി രൂപയായും ഉയർത്തി. 5 ലക്ഷം രൂപയായിരുന്നു നിലവിൽ നെഹ്റു ട്രോഫിയിലെ ഉയർന്ന സമ്മാനത്തുക. ഇതാണ് 25 ലക്ഷമാക്കി കുത്തനെ ഉയർത്തിയത്.
1 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന പരിശീലനം, വള്ളത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ, തുഴച്ചിൽക്കാരുടെ കൂലി, ഭക്ഷണം തുടങ്ങി ക്ലബ്ബുകൾക്ക് ഭാരിച്ച തുകയാണ് ഓരോ വർഷവും ചിലവാകുന്നത്. സമ്മാനത്തുക ഉയർത്തിയതോടെ ക്ലബ്ബുകളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഇനി ഒരു പരിധിവരെ പരിഹാരമാകും. ഈ 25 ലക്ഷം രൂപയും അതേപോലെ തന്നെ മറ്റ് തുകകളും ആ ക്രമീകരണങ്ങളും ഉണ്ടായത് നമ്മളെ സംബന്ധിച്ചോളം വലിയ അനുഗ്രഹമാണ്. വള്ളംകളി രംഗം നിലനിൽക്കണമെങ്കിൽ ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകണം. സർക്കാരിനും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട MP-ക്കും വള്ളംകളി സംരക്ഷണ സമിതിയുടെ പേരിലും വള്ളംകളി ആരാധകരുടെ പേരിലും നമ്മൾ നന്ദി അറിയിക്കുകയാണ്. ദീർഘകാലമായി തുഴച്ചിൽ ക്ലബ്ബുകളും വള്ളംകളി പ്രേമികളും മുന്നോട്ട് വച്ചിരുന്ന ആവശ്യമാണ് പുതിയ സർക്കാർ അധികാരത്തിലെത്തിയോടെ യാഥാർത്ഥ്യമായത്. കഴിഞ്ഞ ദിവസം ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ ചേർന്ന NDBR എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. നേരത്തെ വള്ളംകളിക്കുള്ള സർക്കാർ ഗ്രാന്റ് 1 കോടി രൂപയായിരുന്നു. ഇത് 2 കോടിയായും ഉയർത്തി. ക്ലബ്ബുകൾക്ക് ബോണസ് ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതിൽ നേരിട്ടിരുന്ന കാലതാമസം മൂലം പല ക്ലബ്ബുകളും മത്സരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. എന്നാൽ ഇക്കുറി സമ്മാനത്തുകയിലും ബോണസ് തുകയിലും വർധനവുണ്ടായതോടെ കൂടുതൽ വള്ളങ്ങൾ മത്സരരംഗത്തേക്ക് എത്തിയേക്കുമെന്നാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ സമ്മാനത്തുക വർദ്ധിച്ചതിനൊപ്പം മത്സരാവേശവും ഇരട്ടിയാകുമെന്നുറപ്പ്. അമൃത ന്യൂസ്, ആലപ്പുഴ. ഇടുക്കി അയ്യപ്പൻ കോവിലിൽ പെരിയാർ തീരത്ത് 139 കുടുംബങ്ങൾ കുടിയിറക്ക് ഭീഷണി. ദുരന്ത നിവാരണ നിയമപ്രകാരം ഇടുക്കി ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് കുടിയൊഴിപ്പിക്കേണ്ടവരുടെ പട്ടിക അയ്യപ്പൻ കോവിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തയ്യാറാക്കിയത്. ഇടുക്കി ജില്ലയിൽ പ്രകൃതി ദുരന്ത സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ പുഴകളും തോടുകളും ജലാശയങ്ങളും കയ്യേറി നടത്തിയിട്ടുള്ള മുഴുവൻ അനധികൃത നിർമ്മാണങ്ങളും അടിയന്തരമായി പൊളിച്ചു നീക്കാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. ഒഴിപ്പിക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കാൻ ഗ്രാമപഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറിമാർക്ക് നിർദ്ദേശവും നൽകി. അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിൽ പെരിയാർ തീരത്തുള്ള കർഷകരും വ്യാപാരികളും ഉൾപ്പെടെ 139 കുടുംബങ്ങളാണ് കുടിയിറക്ക് ഭീഷണി നേരിടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് മാറുക എന്ന് പറയുന്ന ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഇത് ഇന്നലെയോ ഇന്നോ ഒന്നും ഇവിടെ വന്ന് വീട് വെച്ച് താമസിക്കുന്നവരല്ല. ഞങ്ങളൊക്കെ കഴിഞ്ഞ 50 വർഷക്കാലം മുകളിലായി കെട്ടിടങ്ങൾക്ക് നികുതി അടച്ചുകൊണ്ട് ഇവിടെ താമസിക്കുന്ന വ്യക്തികളാണ്. കളക്ടറുടെ നിർദ്ദേശപ്രകാരം അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് കെട്ടിട ഉടമകൾക്ക് 15 ദിവസത്തിനകം നോട്ടീസ് നൽകും. പുനരധിവാസവും ജീവനോപാധിയും നൽകാതെ ഒഴിപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന നിലപാടിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. ഇലക്ട്രിസിറ്റി ഉണ്ട്, പഞ്ചായത്ത് കരം കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നവർ മുഴുവൻ. ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം ഞങ്ങൾക്ക് വേറെ താമസിക്കാൻ വീടുകളോ അല്ലെ സ്ഥലമോ ഉള്ളവരല്ല ഇവിടെയുള്ളവരൊന്നും. കളക്ടറുടെ നിർദ്ദേശം വന്നതിനെ തുടർന്ന് അയ്യപ്പൻ കോവിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി MNA-മാർക്ക് നിവേദനം നൽകി. അടുത്തയാഴ്ച മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിമാരെയും വിവരം ധരിപ്പിക്കും. പതിറ്റാണ്ടുകളായി പെരിയാർ തീരത്ത് താമസിക്കുന്ന 139 കുടുംബങ്ങൾ ആശങ്കയുടെ മുൾമുനയിലാണ്. വേണ്ടിവന്നാൽ നിയമപരമായി പ്രശ്നത്തെ നേരിടാനാണ് ഇവരുടെ തീരുമാനം. അയ്യപ്പൻ കോവിൽ ചപ്പാത്തിൽ നിന്നും MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. കിളിമാനൂരിൽ മകളെ വിവാഹം ചെയ്ത് നൽകാത്തതിനാൽ പിതാവിനെയും സഹോദരനെയും തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി. കിളിമാനൂർ സ്വദേശി അനിൽകുമാറിനെയും മകനെയുമാണ് 5-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. പ്രതികൾക്കായി കിളിമാനൂർ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇന്നലെ രാത്രിയാണ് കിളിമാനൂർ സ്വദേശിയായ അനിൽകുമാറിനെയും മകനെയും സുധീഷും സുഹൃത്തുക്കളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയത്. 2 വർഷം മുമ്പ് പ്രതികളിലൊരാളായ സുധീഷ് മകളെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അനിൽകുമാർ ഇതിന് സമ്മതിക്കാഞ്ഞതിനെ തുടർന്നാണ് സുധീഷും മറ്റ് 4 സുഹൃത്തുക്കളും ചേർന്ന് ഇരുവരെയും കടത്തിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. ഇന്നലെ രാത്രി ജോലിക്കെന്ന് പറഞ്ഞാണ് പ്രതി സുധീഷ് അനിൽകുമാറിനെ വിളിച്ചു വരുത്തിയത്. ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് ഹെൽമറ്റ്, ഇരുമ്പുവടി എന്നിവ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സ്ഫോടക വസ്തുക്കൾ ശരീരത്തിൽ കെട്ടിവെച്ചും ഭീഷണിപ്പെടുത്തി. പറ്റില്ലേ കെട്ടി കൂട്ടിയിട്ടേക്ക് 10 മണിയാവാറായപ്പോഴാണ് അച്ഛനെ വിളിച്ചു വരുത്തുന്നത് പണിയുടെ ഇത് നോക്കാനായിട്ട്. രാവിലെ 10 മണിക്ക് വിളിച്ചു വരുത്തിയിട്ട് അച്ഛനങ്ങ് അകത്ത് കയറ്റി പണി നോക്കാനായിട്ട്. അകത്ത് കയറ്റിയപ്പോഴത്തേക്ക് വെളിയിൽ നിന്ന് കുറേ ആൾക്കാർ വന്ന് അച്ഛനെ അകത്താക്കി, അതിന് ആ കൊച്ചു റൂമിലോട്ടാക്കി. പിന്നെ അവിടെ നിന്ന് അടി ഇതൊക്കെ ആയി അച്ഛനെ ഹെൽമെറ്റിനടിച്ച് തലയ്ക്ക് 5-6 അടി അടിച്ചപ്പോഴത്തേക്ക് അച്ചങ്ങ് വീണ്. പിന്നെ അവിടെ നിന്ന് ഇഴച്ച് അകത്ത് കയറ്റി ചങ്ങല കാലി കെട്ടി, അതിനുശേഷം കൈ പിടിച്ചിങ്ങനെ തിരിച്ച് വെച്ചിട്ട് അങ്ങനെ കെട്ടി. പിന്നെ കഴുത്തിൽ ഒരുമാതിരി കയറിട്ട് കെട്ടിയിട്ട് വായിലും കെട്ടി. വായിലെല്ലാം ബ്രേക്കിലൊക്കെ വരുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു ഇരുമ്പ് കമ്പി കണക്കത്തെ അതിട്ട് വായിലിങ്ങനെ കെട്ടിയിട്ടാണ് തോർത്ത് അതിൻ്റെ വണ്ടി ഇട്ട് കെട്ടിയത്. അങ്ങനെ കെട്ടിയിട്ട് അച്ഛൻ കുറച്ച് നേരം വേദന അനുഭവിച്ച്.
തുടർന്ന് അനിലിന്റെ മകനെയും ഇവിടേക്ക് വിളിച്ചുവരുത്തി മർദ്ദിച്ചു. വിരലുകളിൽ പ്ലെയർ ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചു. എന്നെയും പിടിച്ച് ചങ്ങലക്കിട്ട് പൂട്ടൊക്കെ ഇട്ട് കയ്യും പിടിച്ച് കെട്ടി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ഇനി നിൻ്റെ അമ്മേനെയാണ് കൊണ്ടുവരാളെന്ന് പറഞ്ഞിട്ട് അമ്മേനെ നിങ്ങൾ എങ്ങനെയെങ്കിലും വരുത്തണമെന്ന് പറഞ്ഞു. അതിന് ആലോചിച്ച് തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. നമ്മളൊന്നും പറയാതിരുന്നപ്പോഴത്തേക്കാണ് എൻ്റെ കയ്യിലൊരു കൊച്ചേർക്കൻ അവർക്ക് ക്രിമിനൽ മൈൻഡുള്ളതായിരുന്നു. അവരുടെ പ്ലെയറിനെ ഇങ്ങനെ പിടിക്കുകയും അച്ഛനെ സ്ക്രൂ ഡ്രൈവറിനെ കുത്തുകയൊക്കെ ചെയ്തായിരുന്നു. അമ്മയെയും ഇവിടേക്ക് എത്തിക്കണമെന്ന് മകനോട് ആവശ്യപ്പെട്ടു. ഇതിനായി വീട്ടിലെത്തവെയാണ് ഇവർ പോലീസിൽ വിവരമറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തിയാണ് അനിൽകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പോലീസ് എത്തുമ്പോഴേക്കും പ്രതികൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംഘടനാ സംവിധാനത്തിലൂടെ വ്യവസ്ഥാപിതമായി മുന്നോട്ടു പോകാൻ മുസ്ലിം ലീഗ് മന്ത്രിമാർക്ക് പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശം. പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗ് മന്ത്രിമാരുടെയും നേതൃത്വത്തിന്റെയും യോഗത്തിലാണ് തീരുമാനം. മുസ്ലിം മന്ത്രിമാർ പാർട്ടിക്ക് അതീതമായി പ്രവർത്തിക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പാണക്കാട് യോഗം ചേർന്നത്. മുസ്ലിം ലീഗ് മന്ത്രിമാർ പാർട്ടി പ്രവർത്തകരെ അവഗണിക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചായ സൽക്കാരം എന്ന പേരിൽ മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ യോഗം പാണക്കാട് നടന്നത്. മുസ്ലിം ലീഗ് മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന ഓരോ വകുപ്പുകളുടെയും വിശകലനം യോഗത്തിൽ നടന്നു. പാർട്ടി പ്രവർത്തകരുടെയും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും പരാതി മന്ത്രിമാരെ ബോധ്യപ്പെടുത്തി. 2 മാസത്തിലൊരിക്കൽ മന്ത്രിമാരുടെ പ്രവർത്തനം വിശകലനം ചെയ്യാനും യോഗം തീരുമാനിച്ചു. നാളെ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ഇന്നത്തെ യോഗത്തിന്റെ തീരുമാനം ചർച്ച ചെയ്യും. ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങൾ പാർട്ടി കൂടി ഇടയ്ക്ക് വിശകലനം ചെയ്യും, ചർച്ച ചെയ്യും. അതിന് ആവശ്യമായ ചർച്ചകളൊക്കെ നടത്തി തീരുമാനങ്ങൾ എടുത്തു. നാളെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ട്. ആ സംസ്ഥാന കമ്മിറ്റി ചേരുന്നതിൻ്റെ കൊണ്ടാണ് തലേ ദിവസം ഞങ്ങൾ യോഗം ചേർന്ന് അപ്ഡേറ്റ് ആക്കിയത്. ഈ നാളത്തെ യോഗത്തിൽ ഞങ്ങൾക്കിത് അവതരിപ്പിക്കണം. പിന്നെ പാർട്ടി വേദികളിൽ ഞങ്ങളിത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു സൗഹൃദ നേരത്തെ ഉണ്ടാക്കിയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥാപിതമായി പോകണം, സംഘടനാ സംവിധാനത്തിലൂടെ തന്നെ പോകണം എന്നുള്ളത് കൊണ്ടുള്ള ഒരു ചർച്ച മാത്രമാണ് ഇന്നുണ്ടായത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം ഏതാണ്ട് പൂർത്തിയായി എങ്കിലും പുതുതായി ആരെങ്കിലും ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന കാര്യം പരിശോധിക്കും. PM ശ്രീ പദ്ധതി, മദ്യത്തിന്റെ നികുതി പരിഷ്കരണം, വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടങ്ങിയവയും യോഗം ചർച്ച ചെയ്തു. ലീഗ് മന്ത്രിമാർക്ക് പുറമെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PMA സലാം തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, മലപ്പുറം. ദേശീയപാത 66 ആറുവരി വികസനത്തിന്റെ നിർമ്മാണം കൊല്ലം ജില്ലയിൽ പാതി വഴിയിൽ. പല ഭാഗങ്ങളിലും ഫ്ളൈ ഓവർ നിർമ്മാണം ആരംഭിക്കാനാകാത്തതും കല്ലുംതാഴത്ത് രൂക്ഷമായ ഗതാഗതക്കുരുക്കും ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. ഇതിനിടെ പാരിപ്പള്ളിയിലും ചാത്തന്നൂരിലും ഉയരപ്പാത ബലപ്പെടുത്താൻ നടത്തുന്ന സോയിൽ നെയിലിംഗ് നടപടിയെക്കുറിച്ചും ആശങ്ക ഉയരുന്നു. ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ കാവനാട്, പാരിപ്പള്ളി, കടമ്പാട്ടുകുളം, ചവറ മേഖലകളിൽ മാത്രമാണ് നിർമ്മാണം ഏകദേശം 70% പൂർത്തിയായത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പ്രവൃത്തികൾ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഫ്ളൈ ഓവറുകൾ നിർമ്മിക്കേണ്ട ഭാഗങ്ങളിലും ദേശീയപാത ഉയരപ്പാതയായി കടന്നുപോകുന്ന മേഖലകളിലുമാണ് ഏറ്റവും കൂടുതൽ കാലതാമസം നേരിടുന്നത്. കല്ലുംതാഴം അയത്തിൽ റോഡിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെയും ദേശീയപാതയുടെയും നിർമ്മാണത്തിനായി മാസങ്ങൾക്ക് മുൻപ് ഗതാഗതം നിരോധിച്ചിരുന്നു. എന്നാൽ മതിയായ സർവീസ് റോഡുകൾ ഒരുക്കാത്തതിനാൽ പ്രദേശത്ത് രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഉയരപ്പാതയുടെ ഒരു വശത്തെ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്ന് നേരത്തെ ദേശീയപാത അതോറിറ്റി ഉറപ്പു നൽകിയിരുന്നെങ്കിലും അതും നടപ്പിലായില്ല. കൊല്ലം പട്ടണത്തിൻ്റെ കിഴക്കേ മേഖലയിലുള്ള പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിർമ്മാണം മൂലം അടഞ്ഞിരിക്കുന്നത്. കൊല്ലം ടൗണിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഗതാഗത തടസ്സം, കുരുക്ക് എല്ലാം ഗതാഗത കുരുക്ക് തടസ്സമുണ്ടായിരിക്കുന്നത് ഇവിടുത്തെ നിർമ്മാണ വൈകല്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം ഈ NHന്റെ പണി തീരുന്നതോടൊപ്പം തന്നെ പ്രദേശവാസികളാണല്ലോ ഈ സർവീസ് റോഡ് ഉപയോഗിക്കുന്നത്. പ്രദേശവാസികൾക്ക് ഇവിടെ ഈ റെയിൽവേ ലൈനിൽ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വഴിയില്ല. അതിനുള്ള വഴി ഉണ്ടാകണം എന്നുള്ള 6 മാസക്കാലത്ത് ഞങ്ങളുടെ സമരം, നിരന്തരമായുള്ള സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം ശക്തമായതോടെയാണ് മന്ത്രി ഷിബു ബേബി ജോൺ നേരിട്ട് സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയത്. കല്ലുംതാഴത്തെ ഗതാഗത പ്രശ്നത്തിന് ഈ മാസം 22-നകം പരിഹാരം കാണുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതായി മന്ത്രി അറിയിച്ചു. മേവറം ജംഗ്ഷനിൽ സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടി ഉയരപ്പാതയുടെ ഭാഗം പൊളിച്ചുമാറ്റിയെങ്കിലും ഫ്ളൈ ഓവർ നിർമ്മാണം ഇതുവരെ തുടങ്ങിയിട്ടില്ല. കടവൂരിൽ പൈലിംഗ് ജോലികൾ മാത്രമാണ് പുരോഗമിക്കുന്നത്. ഇത്തിക്കരയിൽ അടിപ്പാതയുടെ നിർമ്മാണം പാതി വഴിയിലാണ്. ദേശീയപാത തകർന്നു വീണ മൈലക്കാട് മാത്രമാണ് കോൺക്രീറ്റ് തൂണുകളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. അതിനാൽ പദ്ധതി പൂർത്തിയാകാൻ ഇനിയും കാലതാമസമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ നിർമ്മാണം വേഗത്തിലാക്കി
ഗതാഗതക്കുരുക്കിനും യാത്രാദുരിതത്തിനും എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. ഗുരുദർശൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ഗുരുദർശൻ സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ശിവഗിരി മഹാസമാധി സന്നിധിയിൽ മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. സ്വാമി വിശ്രുതാനന്ദ അധ്യക്ഷത വഹിച്ചു. KJ യേശുദാസിന്റെ സൗണ്ട് എഞ്ചിനീയറും ചിത്രാഞ്ജലി P ദേവദാസിന്റെ ശിഷ്യനുമായ ബാലു സുഗതനാണ് ഗുരുദർശന്റെ സംവിധായകൻ. മലയാള സിനിമയിലെ ആദ്യത്തെ IMAX ഡോൾബി അറ്റ്മോസ് സിനിമയാണ് ഗുരുദർശൻ. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെയും കൃതികളെയും കൂടാതെ ആർഷഭാരത സംസ്കാരത്തിലെ ആത്മീയ ശാസ്ത്രങ്ങളെയും ഉൾപ്പെടുത്തി അതിന്റെ ഗുണങ്ങൾ എങ്ങനെ മനുഷ്യർക്ക് ആനന്ദകരമാക്കാമെന്ന തത്വശാസ്ത്രം ഒരു കുടുംബ കഥയിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ചിത്രം. കോഴിക്കോട് വടകര കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണന് മുൻകൂർ ജാമ്യം അനുവദിച്ചു കോടതി. കേസിൽ നേരത്തെ ചോദ്യം ചെയ്യപ്പെട്ട ആളാണ് ഇയാൾ. കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ നേരത്തെ പ്രതിയെന്ന് സംശയിച്ചതും റിബേഷിനെയായിരുന്നു. റിബേഷിന് സ്ക്രീൻഷോട്ട് ലഭിച്ചത് ജിതിനിൽ നിന്നാണെന്നും പിന്നീട് കണ്ടെത്തി. അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ടാണ് ഇയാൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചത്. അതേസമയം കേസിൽ പ്രതിയായ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി കോടതി തള്ളി. പ്രത്യേക അന്വേഷണ സംഘം നൽകിയ ഹർജി വടകര 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് തള്ളിയത്. പ്രതി ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് കാണിച്ചായിരുന്നു ഹർജി. ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്താളുകളിൽ റെക്കോർഡുകളുടെ പുതിയൊരു അധ്യായം കൂടി എഴുതി ചേർക്കുകയാണ് അർജന്റീനയും ഇതിഹാസ നായകൻ ലയണൽ മെസ്സി. ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ, ഗോളുകൾ, അസിസ്റ്റുകൾ, മാൻ ഓഫ് ദി മാച്ച് എന്നിവ ഉൾപ്പെടെ സ്വന്തം റെക്കോർഡുകളും തിരുത്തിക്കുറിക്കുകയാണ് മെസ്സി. മുപ്പത്തിയൊൻപതാം വയസ്സിലും ലോകകപ്പ് റെക്കോർഡുകൾ തിരുത്തിയെഴുതുന്ന മെസ്സി ഏറ്റവും മികച്ച രാജ്യാന്തര കരിയറിലൂടെയാണ് കടന്നുപോകുന്നത്. 2026 ലോകകപ്പിൽ കളത്തിലിറങ്ങിയതോടെ 6 ലോകകപ്പുകളിൽ പന്ത് തട്ടുന്ന ഫുട്ബോൾ ചരിത്രത്തിലെ രണ്ടാമത്തെ മാത്രം താരമായി മെസ്സി മാറി. 31 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്നായി 2400-ലധികം മിനിറ്റുകൾ ചെലവഴിച്ച മെസ്സിയാണ് ടൂർണമെന്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം. നേരത്തെ അൾജീരിയക്കെതിരായ മത്സരത്തിൽ ഹാട്രിക് നേടിയതോടെ ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന അത്യപൂർവ നേട്ടവും മെസ്സിക്ക് സ്വന്തം. ഈ ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിൽ 16 മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ താരമെന്ന ചരിത്ര നേട്ടവും മെസ്സി തന്റെ പേരിലാക്കി. ലോകകപ്പ് ചരിത്രത്തിൽ നോക്കൌട്ട് മത്സരങ്ങളിൽ 10 അസിസ്റ്റുകൾ തികയ്ക്കുന്ന ചരിത്രത്തിലെ ആദ്യ കളിക്കാരനെന്ന റെക്കോർഡും ഇപ്പോൾ മെസ്സിക്ക് സ്വന്തം. ഇതോടെ ഈ ലോകകപ്പിലെ മെസ്സിയുടെ ആകെ അസിസ്റ്റുകളുടെ എണ്ണം 12ആയി ഉയർന്നു. ട്രിബിളിംഗിലെ എക്കാലത്തെയും മികച്ച നേട്ടം മെസ്സിക്ക് തന്നെയാണ്. സീനിയർ തലത്തിൽ സെമിയിൽ ഇംഗ്ലണ്ടിനെതിരായ തന്റെ ആദ്യ മത്സരത്തിൽ മെസ്സി 9 ട്രിബിളിംഗുകൾ വിജയകരമായി പൂർത്തിയാക്കി. ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ മെസ്സി പൂർത്തിയാക്കുന്ന ഏറ്റവും ഉയർന്ന ട്രിബിളിംഗുകളുടെ എണ്ണത്തിന് ഒപ്പമാണ് ഇത്. ഇതോടെ ഒരു ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ 9 ട്രിബിളിംഗുകളും 2 അസിസ്റ്റുകളും രേഖപ്പെടുത്തുന്ന ആദ്യ കളിക്കാരനായും മെസ്സി മാറി. ലോകകപ്പ് ഫൈനലിൽ കളിക്കുന്നതിലും റെക്കോർഡ് നേട്ടമാണ് മെസ്സിക്ക്. 2014-ലും 2022-ലും കളിച്ച മെസ്സി 2026-ൽ തന്റെ കരിയറിലെ 3ാമത്തെ ലോകകപ്പ് ഫൈനലിനായിട്ടാണ് ഇറങ്ങുന്നത്. ബ്രസീലിന്റെ കഫുവിന് ശേഷം 3 ലോകകപ്പ് ഫൈനലുകളിൽ കളിക്കുന്ന ചരിത്രത്തിലെ താരങ്ങൾക്കൊപ്പമായി മെസ്സി മാറി. അതേസമയം ടീം തലത്തിലും റെക്കോർഡുകൾ മറികടക്കുകയാണ് അർജന്റീന. ഒരു ലോകകപ്പ് ടൂർണമെന്റിൽ ബോക്സിന് പുറത്തുനിന്നും 5 ഗോളുകൾ നേടുന്ന ആദ്യ ടീമായി അർജന്റീന മാറി. 1966-ന് ശേഷം ഒരു പതിപ്പിൽ നേടുന്ന ഏറ്റവും ഉയർന്ന റെക്കോർഡിനൊപ്പമാണ് ഇത്. ഇത്തവണ ഫൈനലിലെത്തിയതോടെ ഒരു ലോകകപ്പ് പതിപ്പിൽ തുടർച്ചയായി 7 മത്സരങ്ങളിൽ വിജയിക്കുന്ന രണ്ടാമത്തെ രാജ്യമെന്ന ബ്രസീലിന്റെ ചരിത്ര റെക്കോർഡിനൊപ്പമാണ് അർജന്റീന. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.